ഹലോ ഗൈസ്, ഞാനപ്പോൾ എൻ്റെ വീട്ടിലെത്തിരിക്കുകയാണ്. എന്തിനാണ് ഇത്രയും പെട്ടെന്ന് കുറ്റിമറിച്ച് വെള്ളോട്ട് വന്നതെന്ന് വെച്ചാൽ എനിക്ക് ഇന്നലെ വൈകുന്നേരം ആയപ്പോഴേ അമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ദാണ്ട ഇവിടെ ഒരു തത്തമ്മ കിട്ടി. തത്തയല്ല, തത്തമ്മ. അത്രയ്ക്ക് വലുതാണ്, വലിയ തത്ത കേട്ടോ. തത്തമ്മ കിട്ടി, അപ്പുറത്തുള്ള അങ്കിള് കൊണ്ടുവന്നതാണെന്ന്. എന്ന് വെച്ചാൽ ഇത് മരത്തിൽ നിന്നെങ്ങാണ്ട് വീണ് കാക്ക എങ്ങാണ്ട് കൊത്തി അങ്ങനെ അതിന് എണിച്ചിരിക്കാൻ പോലും വയ്യാത്ത അവസ്ഥയല്ല അത്. അപ്പം ഇവിടെ എന്തെങ്കിലുമൊക്കെ കിട്ടി ഞാനാണ് ശുശ്രൂഷിക്കാറുള്ളത്. ഇതിന് മുന്നേ എനിക്കൊരു അണ്ണാനുണ്ടായിരുന്നു. അതിന് ഇത് കണക്ക് കുറേ കിളികൾ കൊത്തിയിട്ട് ഞാൻ വളർത്തിയിട്ടുണ്ടായിരുന്നു. അവൻ്റെ ഒരു കിച്ചു എന്നായിരുന്നു. അപ്പോൾ അവൻ നല്ല ഗുണ്ടുമണിയായിട്ട് അവന് ഞാൻ ഒരു ദിവസം മരം കയറാൻ വിട്ടയാണ് അവനൊരു കിളി കുത്തിക്കൊണ്ടുപോയി. അത് കഴിഞ്ഞ് ഞാൻ ഒരു മരപ്പട്ടയെ വളർത്തിയിട്ടുണ്ടായിരുന്നു. അതിന് ഇത് കണക്ക് മുറ്റത്ത് കിടന്ന് അതിൻ്റെ രണ്ടെണ്ണത്തെ കിട്ടിയാണ്. ഒരെണ്ണത്തെ അർജു റോസൂടെ കടിച്ചു വന്നു, ഒരെണ്ണം കുഞ്ഞായിരുന്നു. അങ്ങനെ ഞാൻ അതിനെ വളർത്തി വലുതാക്കി കഴിഞ്ഞപ്പോൾ അവനൊരു പെങ്കൊച്ചിനെ കണ്ടപ്പോൾ അതിൻ്റെ പുറകെ പോയി ഗൈസ്. ഞാൻ ആഹാരം കൊടുത്തിട്ട് പോയതാണ്. ഒരു പെങ്കൊച്ചി അവിടെ വന്ന് നിന്നപ്പം അവൻ അതിൻ്റെ പുറകെ പോയിക്കുന്നു. പിന്നെ തിരിച്ച് വന്നിട്ടേ ഇല്ല, ആ വഴിക്ക് അവനങ്ങ് പോയി. അത് കഴിഞ്ഞ് പിന്നെ ഇപ്പോഴാണ് എനിക്ക് പുതിയൊരു സാധനത്തെ പുറത്തുനിന്ന് കിട്ടുന്നത്. ആ തത്തയ്ക്ക് തീരെ വയ്യെന്ന് വെച്ചാൽ ആഹാരമൊന്നും അങ്ങനെ കഴിക്കുന്നില്ല. പിന്നെ ഞാൻ അടിച്ച് കയറ്റി കുറച്ച് പഴമൊക്കെ കൊടുത്ത്, പിന്നെ എന്താണ് 2 കാലിലും ബലമുണ്ട്, പക്ഷെ 2 കാലിൽ ബോഡി നിൽക്കത്തില്ല. അങ്ങനൊരു കുഴപ്പമുണ്ട്. പിന്നെ അതിങ്ങനെ തന്നെത്താൻ ചുണ്ടൊക്കെ വെച്ച് ഇങ്ങനെ ഞാൻ ഇവിടെ മരം പോലെ സാധനം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ചുമ്മാ. അപ്പോൾ അതിൻ്റെ മണ്ടലൊക്കെ വലിഞ്ഞു കയറും. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും നമുക്കറിയത്തില്ലല്ലോ എങ്ങനെ പരിപാടി എന്തോന്നും അറിയാത്തതുകൊണ്ട് ഇന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. കാരണം നമ്മുടെ കൈ വെച്ചിരുന്ന് മരിച്ചു വന്നത് വളരെ ഭീകരമായൊരവസ്ഥ ആയതുകൊണ്ട് ഞാൻ അതിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പോവാം. സത്യം പറഞ്ഞാൽ എനിക്കറിയത്തില്ല എങ്ങനെ പറയണോ. സാർ ഇത് മരത്തിൻ്റെ മണ്ടയിൽ താഴെ വീണു, എന്ത് പറ്റി എന്ന് ചോദിക്കാമല്ലയോ. ഞാൻ ഇങ്ങനെ കിളിയൊന്നും കൊണ്ട് വെറ്റിനറി ഹോസ്പിറ്റലിൽ പോയിട്ടേ ഇല്ല. ബാക്കി അണ്ണാനെ കൊണ്ടും ഞാൻ പോയിട്ടില്ല, മരപ്പെട്ടീനെ കൊണ്ടും പോയിട്ടില്ല. കാരണം അതിൻ്റെ ദേഹം മുറിഞ്ഞിട്ടില്ല. അണ്ണാൻ്റെ ദേഹം മുറിനകത്ത് മഞ്ഞൾ വെച്ചതേ ഉള്ളായിരുന്നു. ഇതിൻ്റെ ഇത് മുറിവൊന്നുമില്ല, ഒരു മുറിവുമില്ല, വേറെ ഒരു കുഴപ്പമില്ല. പക്ഷേ അതിന് എണ്ണിക്കാൻ വയ്യ. ആഹാരം അങ്ങനെ കഴിക്കുന്നില്ല. ഇനിയിപ്പോൾ ഫോർമുല വല്ലതും വാങ്ങിക്കേണ്ടി വരുമോ എന്നൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും ഞാൻ അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. എനിക്ക് ഇതിനെയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ സ്വന്തം പരിപാലിച്ചില്ലെങ്കിൽ എനിക്ക് പറ്റത്തില്ല. എനിക്ക് ഭയങ്കര മനപ്രയാസമാണ്. ഞാനാണെങ്കിൽ ഒരു മൃഗസ്നേഹിയാണ് ഗൈസ്. മൃഗസ്നേഹി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു മൃഗസ്നേഹിയാണ് സത്യം. പട്ടിപ്പൂച്ച കോഴി കാക്ക എല്ലാത്തിനോടും എനിക്ക് ഭ്രമമാണ്. അതുകൊണ്ട് ഞാൻ ഇതിനെയും കൊണ്ട് എന്തായാലും ഹോസ്പിറ്റലിൽ പോവാം. കിളിയും പെട്ടിയിലാക്കി ഞാൻ ഇറങ്ങി ഗൈസ്. ഞാൻ ഒറ്റയ്ക്കായിരുന്നു ആദ്യം പോയത്. അത് കഴിഞ്ഞ് ഞാൻ പോയി ഗംഗയെ വിളിച്ചുകൊണ്ട് വന്ന്. ഡോക്ടർ 1 മണിക്കൂർ ലേറ്റായിരുന്നു, അതുകൊണ്ട് ഗംഗയും കൂടെ വരേണ്ടി വന്ന്. അത് കഴിഞ്ഞ് ഡോക്ടർ വലിയ രീതിയിലൊന്നും നോക്കിയില്ല. എന്നാൽ നോക്കിയിട്ട് പറഞ്ഞ് വീണതിൻ്റെ വേദന കൊണ്ടായിരിക്കാമെന്ന് പറഞ്ഞ് 2 മരുന്ന് തന്ന്. അതിനകത്ത് ഒരു മരുന്ന് നിർബന്ധമായിട്ട് കൊടുക്കണമെന്നും പറഞ്ഞു. എന്തോ ചെയ്യുവാ? എടി അത് കൊള്ളത്തില്ലടി, മരവും കൂടെ ഓടിച്ചിടുള്ളു. ശ്രമം പരാജയപ്പെട്ടിട്ട് പോവുകയാണ് കുട്ടിക്ക് വയ്യ. ഒരു പുളിയുടെ ഉണക്കം പിടിക്കാൻ വേണ്ടി കടന്ന് പാടുപെടുന്ന് അത് സാഹസികമായി ഓടിച്ചു. എടി എന്നെ മൂട്ടിയിട്ട് കുത്തടി. നല്ല സൗണ്ടുകളും അപശബ്ദങ്ങളും ഒക്കെ കേൾക്കുന്നുണ്ട്. അയ്യോ അമ്മ, ഇതിനെ മണ്ട അവിടെ കുരുങ്ങിയിരിക്കുന്നേ. കിട്ടും, കുത്ത്. ആയി. ഹലോ ഗൈസ്, താഴെ വീണിരിക്കുകയാണ്. തോട്ടയുടെ മണ്ടയിൽ ഒടിച്ച് അവിടെ കുത്തടി ഇവിടെ കുത്തടി അവിടെ തന്നെ. കമോൺ, ശ്രമിക്കൂ. ശ്രമിക്കൂ. നടക്കാത്തതായിട്ടൊന്നുമില്ല. അങ്ങനെ ശക്തിശാലിയായി അമ്മ വെല്ലുവിളി ഏറ്റെടുത്ത് സാധനം പറിച്ചിടാൻ പോവുകയാണ്. അങ്ങോട്ട് അമ്മ അത് ഒടിഞ്ഞ് സിംഗമേടേ. നമ്മളെ വളരെയധികം കഷ്ടപ്പെട്ട് ഈ കൊമ്പൊടിച്ചതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ ഞാൻ ഇപ്പം കാണിച്ചു തരാം. എനിക്ക് മരം കയറാൻ ഭയങ്കരമായിട്ട് അങ്ങ് തൊരയാ. അന്നേരം ഈ കുഞ്ഞു കൊമ്പൊന്നും വെച്ചാൽ ഇരിക്കത്തുമില്ല, അതിന് മരം കയറാൻ പറ്റത്തുമില്ല. എന്നാലും അത് ശ്രമിച്ചിനി ഇങ്ങനെ കിടക്കും. നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്യണം. ഇങ്ങനെ അതിന് മരം കയറണം എന്നൊരാഗ്രഹം ഉള്ളത് കൊണ്ട് ശ്രമിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ കൊമ്പൊടിച്ചുകൊണ്ട് വന്നത്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ശ്രമിച്ച് പിച്ച വെച്ച് പഠിക്കട്ടെ, പണ്ട് കയറിയ പോലെ. ഞാനിന്ന് രാവിലെ തൊട്ടുകൊണ്ട് ഈ എവിടെ പോയി അതായിരിക്കുന്നു ഈ ശുണുക്ക് കിളിയുടെ കൂടാ. ഈ കിളിയാണെങ്കിൽ
ഇനി 2 കാലം നിൽക്കാൻ വയ്യ. 2 കാലം നിൽക്കുമ്പോൾ ഉച്ചമുത്തി താഴെ വീഴുക. പക്ഷെ ഞാൻ അതിനെ ദൂരില്ല, അവിടെ ഒരു ബോക്സ് ഇരിക്കുന്നുണ്ടാവും. ബോക്സിനകത്ത് ഞാൻ ചില്ല ഒടിച്ച് വെച്ച് കൊടുത്തു. കാരണം മരത്തിൻ്റെ ഒരു ആംബിയൻസ് കിട്ടാം. എന്നിട്ട് പോലും ആ കിളി അവിടെ ഇരിക്കുന്നില്ല. അവിടെ ഇരിക്കുന്നത് പറഞ്ഞാൽ അവിടെ ഇരിക്കുന്നില്ല. അത് ഇറങ്ങി ഓട്ടം വരയ്ക്കകത്തൊന്നും ഇരിക്കുന്നില്ല. ഞാൻ അവിടെ കൊണ്ട് കൊട്ട വെച്ചിട്ട് കൊട്ടയിലിരിക്കുന്നില്ല, അങ്ങ് ഓടുക. എങ്ങോട്ടാന്നില്ലാതെ ഓടുക. ലാസ്റ്റ് എൻ്റെ കൈ അടിച്ചിട്ട് പോയാൽ ലാസ്റ്റ് ഞാൻ കൊണ്ടുവന്ന് ഇതിനെ ഈ മരത്തിലിരുത്തി. നിഹി അതിൻ്റെ കയ്യെങ്ങാണം വിട്ടാൽ വീണ്ടും വന്ന് തറയെ പതിക്കും. അതുകൊണ്ട് ഇങ്ങനെ പുറകിൽ ഇങ്ങനെ കുറേ നേരം കൊണ്ട് കാവലായിട്ട് നിൽക്കും. ഒരു വഹ കഴിക്കുന്നില്ല, ഒരു വഹ. പിന്നെ ഞാനാണെങ്കിൽ കുത്തിക്കയറ്റിയൊക്കെ കൊടുക്കും. പിന്നെ 2 നേരം മരുന്ന് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവസ്ഥ ഇതൊക്കെ തന്നെ ഉണ്ടോ. രണ്ട് ഇതിൻ്റെ കൊമ്പത്തിരുന്നോണ്ട് കൂവി വിളിയായിരുന്നു. ഇപ്പോൾ ഒന്ന് അടങ്ങി. മേ ബി അതിൻ്റെ കാമുകിയെ കാത്തുള്ള വിളിയായിരിക്കും. എന്തായാലും കാമുകി എന്തെങ്കിലും പോയിട്ടുണ്ട്. വിളിയൊന്നും കേട്ട് തിരിച്ചു വരുന്ന ലക്ഷണമൊന്നുമില്ല. അത് കേട്ടതിന് സെറ്റായെന്ന് തോന്നുന്നു. ഡോണ്ട് വറി, ലോകം ഇങ്ങനെയാണ് ഉണ്ണി. ഓക്കെ, അപ്പം ഞാനിനി കുറച്ചേരം ഇതിൻ്റെ കൂടെ ഇവിടെ കുത്തിയിരുന്നിട്ട് തലയൊക്കെ പൊക്കുന്നു. ഓക്കെ ഗൈസ്, അപ്പം ഞാൻ ഇതിൻ്റെ കാര്യങ്ങൾ നോക്കിയിട്ട് അടുത്തൊരു വീഡിയോയിലേക്ക് വരാം. ബൈ ബൈ.